റിപ്പോർട്ട് ബ്രേക്കിംഗ്. MDMA കേസ് പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിദേശയാത്രകളും അന്വേഷണ പരിധിയിൽ. പ്രതി അബ്ദുൾ സലാം ഒരു വർഷത്തിനിടെ നടത്തിയത് നിരവധി വിദേശയാത്രകളാണ്. തായ്ലൻഡ്, മലേഷ്യ, UAE അടക്കം രാജ്യങ്ങളിലേക്കുള്ള യാത്ര ലഹരി ഇടപാടുകളുടെ ഭാഗമായിരുന്നുവെന്ന സംശയം. വിദേശത്തൊളിവിലുള്ള കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് അനസ് പെരുമ്പാവൂരിന് ലഹരി ഇടപാടുകളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന സൂചനയുണ്ട്. മറ്റു പ്രതിയായ സൈനുൽ ആബിദിന്റെ കേസുകളിലെ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ പ്രതികൾ നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ച് എന്ത് വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്? അതിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണോ? സ്മൃതി, തീർച്ചയായും ഈ സംഘത്തിൽപ്പെട്ട അബ്ദുൾ സലാം പലതവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് തായ്ലൻഡ്, മലേഷ്യ, UAE എന്നീ രാജ്യങ്ങൾ ഇയാൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ലഹരി ഇടപാടുകൾക്ക് വേണ്ടിയാണോ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രവുമല്ല, അബ്ദുൾ സലാം നേരത്തെ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ പെരുമ്പാവൂർ അനസ് വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. ഇയാൾക്കും ഈ ലഹരി ഇടപാടുമായി ബന്ധമുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട്. ഇക്കാര്യങ്ങളിലേക്ക് തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഈ സംഘത്തിൽ ഇപ്പോൾ പിടിയിലായ MDMA പിടിയിലായ സംഘത്തിൽ ഏറ്റവും പ്രധാനി അബ്ദുൾ സലാമും അതോടൊപ്പം തന്നെ സൈനുൽ ആബിദുമാണ്. ഈ സൈനുൽ ആബിദാണ് ഈ സംഘത്തിന്, അതായത് ഹുസൈനും സലാമും അടക്കമുള്ള ഈ സംഘത്തിന് MDMA കൊടുത്തുവിട്ടത്. ഏതാണ്ട് 1/2 കിലോ MDMA ആണ് അയാൾ എറണാകുളത്ത് നിന്ന് കൊടുത്തുവിട്ടത്. അതിനുശേഷം പല ജില്ലകളിലായി ഇവർ വിതരണം നടത്തുകയായിരുന്നു. ഈ സൈനുൽ ആബിദിനും മുൻപ് നിരവധി കേസുകളുണ്ട്. പ്രത്യേകിച്ച് സൈബർ തട്ടിപ്പ് കേസുകളടക്കം ഇയാൾക്കെതിരെയുണ്ട്. എന്തായാലും ഇയാൾക്ക് ഇത്തരമൊരു സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ലഹരി വിതരണത്തിന് വേണ്ടി ഇയാൾ നേരിട്ട് പോകാത്തത്. പകരം അബ്ദുൾ സലാമിനെയും ഹുസൈനെയും അടക്കമുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നൊരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും മുൻപ് നടത്തിയ വിദേശ യാത്രകൾ, അതോടൊപ്പം തന്നെ ആരുടെ ഒപ്പമാണ് അബ്ദുൾ സലാം അടക്കം വിദേശത്തേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും മുൻപും പലതവണ ലഹരി സംഘം കടത്തിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ശരി, ലഹരി കേസിൽ, കാസർഗോഡ് MDMA കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന വിവരമാണ്. വിദേശ യാത്രകൾ കൂടി അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്.